അസുര തേജ. രചന ആലിയ സുൽത്താന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. തേജസ് കോൾ ചെയ്ത പ്രകാരം അവിടേക്കൊരു മിസ് കടന്നു വന്നു. എന്താ തേജ്, എന്തു പറ്റി? അവനെ നോക്കിക്കൊണ്ട് അവർ ചോദിച്ചു. നത്തിങ് ദിവ്യ, ഈ കുട്ടിയെ നിനക്ക് പരിചയമുണ്ടോ? തൻ്റെ അടുത്ത് കിടക്കുന്ന പെൺകുട്ടിയെ ചൂണ്ടിക്കൊണ്ട് തേജസ് ചോദിച്ചു. മിസ് അവൾക്കടുത്തേക്ക് വന്ന് മുഖത്തേക്ക് പാറി വീണ അവളുടെ മുടികളെ മാറ്റി. ഇത് അനന്യല്ലേ? ഈ കൊച്ചെന്താ ഇവിടെ, അതും ഈ അവസ്ഥയിൽ? നിനക്കറിയോ ഏത് ഡിപ്പാർട്ട്മെന്റിലാ? ഇത് മലയാളം ഡിപ്പാർട്ട്മെന്റിലെ കുട്ടിയാ. തൻ്റെ സ്റ്റുഡൻ്റ് ആണല്ലേ? അതെ തേജ്, ഒരു പാവം കൊച്ചാണ്. എന്താ പറ്റിയ പറ? തേജ് അവനെ കണ്ടത് മുതലുള്ള കാര്യങ്ങൾ ദിവ്യയോട് വിവരിച്ചു. എന്നിട്ട് അവന്മാരോടെ പോയി? അവന്മാരോട് സ്ഥലം കാര്യമാക്കിയിട്ടുണ്ട്. വൈകാതെ ഞാൻ അവരെ പൂട്ടിക്കോളാം. മനസ്സിൽ ചില കണക്കൂട്ടലുകൾ നടത്തി തേജസ് പറഞ്ഞു. ഇവളെ ഞാൻ നോക്കിക്കോളാം, നീ പോയി കുറച്ച് വെള്ളമായിട്ട് വാ. ദിവ്യ തേജസിനോട് അതും പറഞ്ഞു അനന്യയുടെ അടുത്തിരുന്നു. തേജ് വെള്ളമെടുക്കാനായി പുറത്തേക്ക് പോയി. തിരിച്ച് തേജ് വരുമ്പോഴേക്കും അനന്യ കണ്ണു തുറന്നു. ദിവ്യയുടെ ചുമലിൽ ചാരി ഇരുന്നിട്ടുണ്ടായിരുന്നു. ആ, എഴുന്നേറ്റോ? അവളിപ്പോൾ ഓക്കെയാണ് തേജ്. ദിവ്യ, എനിക്ക് കുറച്ച് വർക്കുണ്ട്. താനിവളെ ഇവിടെ വീട്ടിലാക്കുമോ? അവളുടെ കൺമശി വരുന്ന കണ്ണുകളിൽ അപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന കണ്ണുനീർത്തുള്ളികളെ നോക്കി തേജ് ദിവ്യയോട് ചോദിച്ചു. അതിനെന്താ തേജ്, താൻ പോയിക്കോളൂ, ഞാൻ കൊണ്ടുപോയി ആയിക്കോളാം. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എന്നെയോ മിസ്സിനെ അറിയിക്കണം. അവളുടെ നേരെ തിരിഞ്ഞ് അത് പറയുമ്പോൾ അവളൊന്ന് മൂളുക മാത്രം ചെയ്തു. അത്രമേൽ ഭയവും തളർച്ചയും അവളെ ബാധിച്ചിട്ടുണ്ട്. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ തേജ് അവിടെ നിന്ന് ഇറങ്ങി. നടക്കുന്നതിനിടയിൽ ഒന്നുകൂടി അവൻ അവളെ തിരിഞ്ഞു നോക്കി. എന്തോ ഒരു ആത്മബന്ധം തങ്ങൾക്കിടയിലുള്ള പോലെ അവന് തോന്നി. മനസ്സിനെ കടിഞ്ഞാണിട്ട് നിർത്തി അവൻ ഓഫീസ് മുറിയിലേക്ക് നടന്നു. തേജ് ഓഫീസ് മുറിയിലെത്തി സംഭവം നടന്ന ഭാഗത്ത് ആരും കാണാത്ത രീതിയിൽ വെച്ചുള്ള CCTV ക്യാമറ ചെക്ക് ചെയ്തു. അതിൽ തെളിഞ്ഞു വന്നവന്മാരുടെ മുഖം തന്റെ മൊബൈൽ ഫോണിൽ പകർത്തി. തന്റെ അശ്രദ്ധ കൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇവന്മാരെയൊക്കെ കൂടുതൽ വളരുന്നതിന് മുന്നേ പിടിച്ച് പൂട്ടണം. ദേഷ്യത്തോടെ അതിൽ നോക്കി അവൻ മൊഴിഞ്ഞു. ഇടയ്ക്കെപ്പോഴോ തേജയുടെ മുഖം മനസ്സിലേക്ക് ഓടിയെത്തിയതും സന്തോഷവും സങ്കടവും ഒരുമിച്ച് വന്നു. അവൾ ഇതുവരെ ഒന്ന് കാണാൻ പോലും ആരും ചെന്നിട്ടില്ല. പാവം, ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവും. വൈകിട്ട് കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവളെ കാണാൻ ചെല്ലണമെന്ന് ഉറപ്പിച്ച് അവൻ ബാക്കിയുള്ള ജോലിയിലേക്ക് നീങ്ങി. ഉറക്കം കഴിഞ്ഞ് തേജ എഴുന്നേൽക്കുമ്പോൾ സമയം 3 മണിയായിരുന്നു. കണ്ണു തുറന്ന് ആദ്യം നോക്കിയത് മുറിയിലെങ്ങാൻ ആൽഫി ഉണ്ടോ എന്നാണ്. ഇല്ല എന്ന് കണ്ടതും ബെഡിൽ നിന്നും ചാടിയിറങ്ങി ഫ്രഷ് ആവാനായി ഷെൽഫിൽ നിന്നൊരു കൂട്ടം ഡ്രസ്സ് എടുത്ത് ഒരു മൂളിപ്പാട്ടോടെ ബാത്റൂമിലേക്ക് നടന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ സങ്കടങ്ങളും പിരിമുറുക്കവും തന്നെ ഇപ്പോൾ ബാധിക്കുന്നില്ല. എല്ലാത്തിനോടും താൻ പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ശരീരത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന വെള്ളത്തുള്ളികളെ വിരലാൽ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അവൾ ഓർത്തു. കുളി കഴിഞ്ഞിറങ്ങി മുറിയിൽ വന്ന് ഡ്രസ് ചേഞ്ച് ചെയ്ത് താഴേക്ക് ഇറങ്ങി. ഹാളിലൂടെ നേരെ പൂമുഖത്തേക്ക് നടന്നു. മൂളിപ്പാട്ടും പാടി പൂമുഖത്തേക്ക് ചെന്നതും അവിടെ ഇരിക്കുന്ന ആൽഫിയെ കണ്ടതും തേജ കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെയായി. ദൈവമേ, ഈ കുരിശിവിടെ ഉണ്ടായിരുന്നോ? അവനെ നോക്കി അവൾ പിറുവിറുത്തു. ആൽഫി ലാപ്പിലെന്തോ കാര്യമായി നോക്കുന്ന തിരക്കിലായതുകൊണ്ട് തേജ വന്ന് ശ്രദ്ധിച്ചിരുന്നില്ല. ഈ കാലമണം കാണാതെ എങ്ങനെ പുറത്തിറങ്ങും? ദേവി കാത്തോളണേ. അതും പറഞ്ഞ് മെല്ലെ പൂമുഖത്തിന്റെ പടികൾ ഇറങ്ങാൻ നിന്നും അകത്തുനിന്ന് ആൽഫി വിളിച്ച് സുജയിച്ച് വന്ന് ഒരുമിച്ചായിരുന്നു. തേജ മുന്നോട്ടെടുത്തു വെച്ച കാല് പിന്നിലേക്ക് തന്നെ വെച്ചു. ദൈവമേ, തീർന്നു. ഈ ചേച്ചിക്ക് എന്തിന്റെ കേടായിരുന്നു? ഞാൻ ആ ഗാർഡനിൽ എത്തുന്നവരെങ്കിലും വരാതിരുന്നൂടായിരുന്നു. സുജേച്ചിയെ നോക്കിയൊരു ചിരിവാസാക്കി മനസ്സിൽ ആത്മകഥം പറഞ്ഞു. എന്താ ചേച്ചി? അതും ചോദിച്ച് ലാപ്പിൽ നിന്ന് തലയുയർത്തിയപ്പോഴാണ് ആൽഫി അവിടെ നിൽക്കുന്ന തേജയെ കാണുന്നത്. ഈ കാന്താരി ഇവിടെ ഉണ്ടായിരുന്നു. അവൻ അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഉള്ളാൽ ചിരിച്ച് അവളെ ഒന്ന് അടിമുടി നോക്കി. ഒരു ഷോർട്സും ബനിയനുമാണ് വേഷം. വെട്ടിയൊതുക്കിയ നനഞ്ഞ മുടി അഴിച്ചിട്ടിട്ടുണ്ട്. കാതിൽ സ്റ്റെഡ് പോലെ ഒരു കമ്മൽ. കൂടുതൽ സമയങ്ങളൊന്നുമില്ല. ആൽഫി കണ്ണിമവട്ടാതെ അവളെ നോക്കി നിന്നു. ദേവി, ഈ കാലമാണ് എന്താ ഇങ്ങനെ നോക്കുന്നേ? അവനെ നോക്കാതെ അവൾ മറ്റെങ്ങോ നോക്കി നിന്നു. എന്റെ കൺട്രോൾ പരമ്പര ദൈവങ്ങളെ, കൺട്രോള് തരണേ. ആൽഫി സ്വയം കൺട്രോൾ വരുത്തി അവളെ കനപ്പിച്ചു നോക്കി സുജേച്ചിക്ക് നേരെ തിരിഞ്ഞു. മോനെ, കോഫി. ഇതെന്തിനേച്ചി കൊണ്ടുവന്നേ? സുജേച്ചിയും തേജാവും പറഞ്ഞു മനസ്സിലാവാതെ അവനെ നോക്കി നിന്നു. ഇവിടെ ഞാൻ താരി കിട്ടിക്കൊണ്ടുവന്ന ഒരുത്തിയുണ്ടല്ലോ, ഇനി മുതൽ അവൾ ചെയ്താൽ മതിയല്ല. ഓ, അപ്പൊ തമ്പുരാൻ എനിക്കിട്ട് പണിയാനുള്ള മനക്കോട്ട ഇട്ടുമായിരുന്നല്ലേ? തേജ പല്ലടിച്ചുകൊണ്ട് വീണ്ടും ആരോടുന്നില്ലാതെ പിറുവിറുത്തു. ഇന്നത്തേക്ക് മോൻ ഇത് കുടിക്ക്, നാളെ മുതൽ മോള് കൊണ്ടുവന്നു തരും. വേണ്ട, ചേച്ചി കൊണ്ടുവന്ന ചേച്ചിനെ കുടിച്ചോ. എനിക്കെന്റെ സ്നേഹനിധിയായിട്ടുള്ള ഭാര്യ എടുത്തുകൊണ്ട് വരും. അല്ലടി ഭാര്യയെ. തേജ നോക്കി പൂച്ചിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അവൾ സമ്മതമെന്നോണം തലയാട്ടി. മനസ്സിലവൻ ഒരുപാട് പ്രാഗിക്കൊണ്ട്. എന്നാ മോള് പോയി ചേട്ടൻ ഒരു കോഫി എടുത്തുകൊണ്ട് വാ. അതും പറഞ്ഞ ആൽഫി വീണ്ടും ഒരു ചിരിയോടെ ലാപ്പിലേക്ക് തിരിഞ്ഞു. തേജ ചവിട്ടിത്തുള്ളി അകത്തേക്ക് പോയി. സുജേച്ചിക്ക് രണ്ടിനെയും കോപ്രായങ്ങൾ കണ്ട് ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയിലായിരുന്നു. അവൾ പോയെന്ന് ഉറപ്പായതും ആൽഫി സുജേച്ചിയോട് ഒന്നുമില്ലെന്ന രീതിയിൽ കണ്ണടച്ച് കാണിച്ചു. അവരവന്റെ സന്തോഷം നോക്കി കാണുകയായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം അവൻ ഇടയ്ക്കെങ്കിലും ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മനസ്സ് നിറഞ്ഞുകൊണ്ട് അവർ കയ്യിലുള്ള കോഫി മക്കുമായി അകത്തേക്ക് നടന്നു. സുജേച്ചി കിച്ചണിലെത്തുമ്പോൾ അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരിങ്ങുന്ന തേജയാണ് കാണുന്നത്.
അതുകൊണ്ട് ചിരി വന്നെങ്കിലും ചിരി അടക്കി നിന്നു. എന്താ മോളെ, ഇതുവരെ കോഫി ഉണ്ടാക്കി കഴിഞ്ഞില്ലേ? ആ, ചേച്ചി ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? ഇല്ല, ഞാനിപ്പോൾ വന്നേ ഉള്ളൂ. ഇതാ കാലമാണ് എനിക്കൊരു മനഃപൂർവ്വം പണിയൊന്നാ. എനിക്ക് കോഫി ഉണ്ടാക്കാൻ അറിയില്ലെന്ന് അറിഞ്ഞുകൊണ്ട്. എൻ്റെ മോനെ കാലമാണെന്നോ? ദേ അടിയിട്ടുട്ടോ പെണ്ണെ. സുചേച്ചി കളിയോട് അവളെ ശാസിച്ചു. ഓ, ഒരു മോൻ വന്നിരിക്കുന്നു. അവൻ ആരാന്ന അവൻ്റെ വിചാരം? ആ മസിനും കയറ്റി വെച്ചാൽ ബാക്കിയുള്ളൊരു വരണ്ടോടുന്ന ആ കാട്ടാളുടെ വിചാരം. ഇങ്ങോട്ട് വരട്ടെ, ഈ തേജാരെന്ന് അവൻ അറിയും. അതും പറഞ്ഞ് തിരിഞ്ഞ് കോഫി ഉണ്ടാക്കാനുള്ള പാത്രം കയ്യിലെടുത്തു. ഇത്ര വലിയ ഘോരപ്രസംഗം നടത്തിയിട്ടും സുചേച്ചി അത് മൈൻഡ് ചെയ്തില്ല. ചിരിയോടെ കേട്ടിരുന്നു. കാരണം ചേച്ചിക്കറിയാം ആൽഫിക്ക് മുമ്പിൽ തേജ ഒരു പൂച്ചക്കുട്ടിയാണെന്ന്. ഈ ഘോരപ്രസംഗം കേട്ട് വേറൊരാളും കൂടി കിച്ചൻ്റെ പുറത്തുണ്ടായിരുന്നു. നിനക്കെന്നെ പേടിയില്ലല്ലേ? കാണിച്ചൊരടി കുരുട്ടടക്കെ. അതും മനസ്സിൽ പറഞ്ഞ അവൻ മുറിയിലേക്ക് കയറിപ്പോയി. ചേച്ചി എന്താ മോളെ, ഒന്ന് ഹെൽപ്പ് ചേച്ചി, എനിക്കറിയില്ല. അപ്പം നിന്റെ പ്രസംഗമൊക്കെ കഴിഞ്ഞോ? നീ ചേച്ചി കളിയാക്കാണ്ട് ഇതൊന്നും ഉണ്ടാക്കിത്താ. ഞാൻ പറഞ്ഞുതരാം, നീ അതുപോലെ ചെയ്യ. ചേച്ചി അത് ശരിയാവൂല. ശരിയാവും, ഞാനല്ലേ പറയുന്നത്. ചേച്ചിയുടെ മോള് ചെയ്യ. പിന്നെ സുചേച്ചി പറഞ്ഞ പോലെ എല്ലാം ചെയ്ത് കോഫി മഗ്ഗിലാക്കി അവൾ ആൽഫിയെ തിരിഞ്ഞിറങ്ങി. പൂമുഖത്ത് ചെല്ലുമ്പോൾ അവിടെ ആൽഫി ഉണ്ടായിരുന്നില്ല. ഇനി എവിടെ പോയി കിടക്കാന്നാവോ? പുറത്തേക്ക് ഇറങ്ങി അവിടെയെല്ലാം നോക്കി കാണാത്തതുകൊണ്ട് ഒരു ഊഹം വെച്ച് അകത്തേക്ക് നടന്നു. സ്റ്റെയർ കയറി മുറിക്ക് മുന്നിലെത്തിയതും അകത്തുനിന്ന് ഫോണിൽ ആരോടോ സംസാരിക്കുന്ന ശബ്ദം കേട്ടു. ചാരി വെച്ച വാതിൽ പതിയെ തുറന്ന് അകത്ത് കിടന്നു. ബെഡിലിരുന്നുകൊണ്ടാണ് സംസാരം, കയ്യിൽ ലാപ്പ് കൊണ്ട്. ആ ഓക്കെടാ, ഞാനൊന്ന് പിന്നെ വിളിക്കാം. തേജയെ കണ്ടതും അവൻ കോള് കട്ട് ചെയ്തു. ഓ, ഇങ്ങേട്ട് കാമിക്ക് വല്ലതാവും, അതിന് ഞാൻ വന്നപ്പോൾ കോള് കട്ട് ചെയ്തേ. എന്താണ് ഈ നോക്കി പേടിപ്പിക്കുന്നേ? അവൾ ചുമൽ കൂച്ചി ഒന്നുമില്ലെന്ന് പറഞ്ഞു. നിന്റെ നാവറങ്ങിപ്പോയോ? എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ വായോർന്ന് പറഞ്ഞുകൂടി. കട്ടിൽ നിന്നെണീറ്റവൻ അവൾക്ക് നേരെ വന്നു. തേജ പേടിയോടെ പുറകോട്ട് പോയി. അവൻ അവിടെ അടുത്തെത്തിയതും അവളുടെ നെഞ്ച് പടപടാൻ മിടിക്കാൻ തുടങ്ങി. അവൻ ചൂണ്ടുവിരൽ ഉയർത്തി അവളുടെ മുഖത്തിന് നേരെ കൊണ്ടുവന്നു. തേജ കണ്ണുകൾ ഇറുക്കി അടച്ചു. അവൻ അവളുടെ നെറ്റിയിൽ വിരലോടിച്ചു. അവൾ ശ്വാസം പോലും വിടാൻ മറന്നു നിന്നു. നെറ്റിയിൽ നിന്ന് കണ്ണുകളിലേക്കും നാസികയിലേക്കും അവൻ വിരലോടിച്ചു. അവൻ്റെ വിരൽ അവളുടെ അധരങ്ങളിലെത്തിയതും അവളൊരു പിടപ്പോടെ കയ്യിലുള്ള കോഫി കപ്പിൽ മുറുക്കി പിടിച്ചു. അവളുടെ വിറയൽ കാരണം കയ്യിലുള്ള കോഫി ഇപ്പോൾ പുറത്തിയാടുമെന്നായതും അവൻ അവളിൽ നിന്ന് മാറി കോഫി മേടിച്ച് ബെഡിലേക്ക് നടന്നു. എന്നിട്ട് അവൻ അവിടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. മനുഷ്യനെ പേടിപ്പിച്ചിട്ടിരുന്ന് വിളിക്കുന്നുണ്ടോ കാലമാടൻ? എന്താ തമ്പുരാട്ടി, പേടിച്ചു പോയോ? നേരത്തെ കിച്ചണിൽ നിന്ന് എന്തൊക്കെയോ പറഞ്ഞിരുന്നല്ലോ. എനിക്കാരെയും പേടിയില്ല, ഞാൻ ആരാണെന്ന് അവൻ അറിയും. ഇപ്പം എന്താ അറിയിക്കുന്നില്ലേ? അതും പറഞ്ഞ ആൽഫി വീണ്ടും അവളെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്നു. ദേവി, ഈ കുരിശ് അതും കേട്ടോ? അത് ഞാൻ... അവൾ പൂർത്തിയാക്കാനാവാതെ അവിടുന്ന് ഓടി എസ്കേപ്പായി. അവളുടെ ഓട്ടം കണ്ടവന് ചിരിയടക്കാൻ പാടുപെട്ടു. താഴേക്കിറങ്ങി ഓടുന്നതിനിടയിലാണ് പുറത്ത് കോളിംഗ് ബെല്ലിന്റെ ശബ്ദം മുഴങ്ങിയത്. ആരാണാവ ഈ സമയത്ത്? അത് ചിന്തിച്ചെന്നപ്പോഴേക്കും വീണ്ടും കോളിംഗ് ബെല്ല് മുഴങ്ങി. ആരാ മോളെ? അകത്തുനിന്ന് സുചേച്ചി വിളിച്ചു ചോദിച്ചു. അറിയില്ല ചേച്ചി, ഞാൻ നോക്കട്ടെ. അതും പറഞ്ഞ് തേജ് നേരെ ഡോറിനടുത്തേക്ക് നടന്നു. കോളേജ് വിട്ട് നേരെ തേജയെ കാണാൻ ഇറങ്ങിയാണ് തേജസ്. വീട്ടിൽ പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ മുത്തശ്ശനിവിടെ വരാൻ സമ്മതിക്കില്ല. അവന് ഓരോന്നാലോചിച്ച് വീണ്ടും കോളിംഗ് ബെല്ലടിക്കാൻ നിന്നപ്പോഴേക്കും ഡോറ് തുറന്നിരുന്നു. ഡോറ് തുറന്ന് ആരാണെന്ന് നോക്കിയ തേജ മുന്നിൽ ചിരിച്ചു നിൽക്കുന്ന തേജിനെ കണ്ട് അന്താളിച്ച് നിന്നു. അവൾക്ക് വിശ്വസിക്കാനായില്ല. സ്വപ്നമാണോ എന്ന് വരെ തോന്നിപ്പോയി. തേജു, അവൻ്റെ ആ വിളിയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. അവളൊന്നും മിണ്ടാതെ നിന്നു. അയ്യേ, ഏട്ടൻ്റെ കുഞ്ഞ് കരയാണോ? അവൻ ചോദിച്ച അടുത്തേക്ക് വന്ന തേജിനെ അവൾ തള്ളി. ഓ, ഞാൻ മരിച്ചോന്നറിയാൻ വന്നതാണ് ഏട്ടൻ. എന്താ മോളെ ഈ പറയുന്നേ? പിന്നെ ഞാൻ എന്താ പറയണ്ടേ? ഇത്രയും ദിവസമായിട്ട് ആരെങ്കിലും എന്നെ കുറിച്ചൊന്ന് അന്വേഷിച്ചു? വേണ്ട, എനിക്കാരും വേണ്ട. എന്തു പറഞ്ഞ് കരയുന്നവളെ സമാധാനിപ്പിക്കണമെന്ന് തേജിന് അറിയില്ലായിരുന്നു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. അവളൊരു പൊട്ടിക്കരച്ചിലോടെ അവന് നെഞ്ചിൽ വീണു. എന്താ ഏട്ടാ, ആർക്കും എന്നെ വേണ്ടേ? വേണ്ടായിട്ടല്ല മോളെ, മുത്തശ്ശൻ സമ്മതിക്കാത്തോണ്ടാ ആരും വരാത്തത്. ഞാൻ എന്താ ചെയ്ത്? എന്തിനാ എല്ലാവരും കൂടി എന്നെ? പറഞ്ഞ് പൂർത്തിയാക്കാതെ അവൾ വീണ്ടും കരഞ്ഞു തുടങ്ങി. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് ആൽഫിയും സുചേച്ചി അങ്ങോട്ട് വന്നു. അവർക്ക് എന്ത് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു. നാളിയ, നീ വന്ന് അവിടെ തന്നെ നിന്ന് കളഞ്ഞോ? ആൽഫി സംഭവം ശാന്തമാക്കാൻ ഒരുവിധം തേജസിനോട് അങ്ങനെ ചോദിച്ചു. തേജ ഇവർ തമ്മിൽ ശത്രുതാണെന്നാണ് വിചാരിച്ചിരുന്നത്. ആൽഫിയുടെ വിളി കേട്ട് തേജിന്റെ കയ്യിൽ നിന്നെങ്കിലും അവനൊന്ന് കിട്ടുമെന്ന് വിചാരിച്ച് അവൾ സന്തോഷിച്ചു. തേജസാണെങ്കിൽ ആൽഫിയെ പോയി കെട്ടിപ്പിടിച്ച് അളിയായിന്ന് തിരിച്ചു വിളിച്ച് സന്തോഷ പ്രകടനത്തിലും തേജ കിളിപോയ കണക്കെ നിന്നു. ഇവിടെ ഇപ്പം എന്താ നടക്കുന്നേ? തേജയുടെ നോട്ടം കണ്ട് ആൽഫി അവൾക്ക് സൈറ്റ് അടിച്ച് കാണിച്ചു. അവൾ ചിരി കൂട്ടി തിരിഞ്ഞു നിന്നു. കാരണം കൊച്ചിന് അവൻ്റെ നോട്ടം പോലും താങ്ങാൻ കഴിയില്ല. അപ്പോഴൊരു സൈറ്റ്. എന്താടാ തൻ്റെ പെങ്ങൾ ഇങ്ങനെ കിടന്ന് നോക്കുന്നത്? ആൽഫി തേജയുടെ ചെവിയിൽ സ്വകാര്യം പോലെ ചോദിച്ചു. അവൾക്കറിയില്ലല്ലോ നമ്മൾ തമ്മിലുള്ള ബന്ധം. അതാടാ ഊവേ. എന്തായാലും നിന്റെ പെങ്ങളെ മെരിക്കാൻ നല്ല പാടാ കേട്ടോ.
ആ അവളൊരു കാന്താരിയാ, അതുകൊണ്ട് മോൻ നന്നായിട്ട് വെള്ളം കുടിക്കേണ്ടി വരും. എന്നാൽ അത് ഈ ആൽഫിയുടെ അടുത്ത് നടക്കില്ല. നിന്റെ പെങ്ങളെ കൊണ്ട് ഞാൻ വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. പാവണടാ, കൂടുതൽ ബുദ്ധിമുട്ടിക്കല്ലേ. ഇല്ലടാ, നോയിക്കോളാം, അവളെനിക്കും ജീവനല്ലേ. അറിയാടാ, അതുകൊണ്ടല്ലേ കൊണ്ടുപോയിക്കോളാം ഞാൻ പറഞ്ഞത്. മോനെ കുടിക്കാൻ എന്താ വേണ്ടേ? സുജേച്ചിയുടെ ശബ്ദം കേട്ടാണ് രണ്ടുപേരും അകന്നു മാറിയത്. ദേവി, ഇവർ രണ്ടുപേരും തമ്മിലാണ് കല്യാണം കഴിഞ്ഞ് ഇത്രമാത്രം കെട്ടിപ്പിടിക്കാൻ. തേജസ് ആത്മ, എനിക്ക് ജ്യൂസ് എന്തെങ്കിലും മതി ചേച്ചി. തേജ് അവിടെ ഇടയ്ക്ക് വരാറുള്ളത് കൊണ്ട് സുജേച്ചിക്ക് അവനായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. മോളെ, തേജസ് തേജയുടെ അടുത്തേക്ക് ചെന്നും പെണ്ണ് മുഖം തിരിച്ച് സ്റ്റെയർ കയറി ഒരു പോക്കായിരുന്നു. ബാക്കിയുള്ള 3 പേരും ഇവിടെ ആരാ പടക്കം പൊട്ടിച്ച് എന്നുള്ള രീതിയിൽ മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു. ആ കാന്താരി ഇപ്പൊ തിരിച്ചു വരും, ചേച്ചി വെള്ളം എടുക്കുക. അതും പറഞ്ഞ് ആൽഫി സെറ്റിയിലിരുന്നു. സുജേച്ചി കിച്ചണിലേക്ക് പോയി. തേജയ്ക്ക് പിറകെ കയറിപ്പോയി. അടഞ്ഞിടക്കുന്ന മുറിയുടെ വാതിൽ തേജ് തുറന്നു. കട്ടിൽ കമിഴ്ന്നിടയ്ക്കായിരുന്നു തേജസ് അവൾക്ക് അടുത്തിരുന്നു. ചേട്ടന്റെ കുഞ്ഞിക്ക് അറിയാണോ? കമിഴ്ന്ന് കിടന്ന് തേങ്ങുന്നവളെ നോക്കി അവൻ ചോദിച്ചു. എന്നോട് മിണ്ടണ്ട. ദേ, ചേട്ടന്റെ കുഞ്ഞ് ഇങ്ങോട്ട് നോക്കി. മോളെ വേണ്ടാന്ന് ചേട്ടൻ പറയുന്നപ്പോൾ കേൾക്കും, എണീറ്റിരുന്നേ. അവനൊന്നുകൂടി പറഞ്ഞു. അവൾ കണ്ണൊക്കെ തുടച്ച് എഴുന്നേറ്റിരുന്നു. ചേട്ടന്റെ കുഞ്ഞ് എല്ലാ കാര്യവും വൈകാതെ അറിയും. ഇപ്പൊ മോൾ കിട്ടിയ നല്ലൊരു ജീവിതമാണ്, അത്രമാത്രം ഇപ്പം അറിഞ്ഞാൽ മതി. പിന്നെ വിമലിന്റെ കാര്യം, അതിനുള്ള ക്ലാരിഫിക്കേഷൻ മോൾക്ക് പിന്നീട് കിട്ടും കേട്ടോ. അതെന്താ ഏട്ടായി? അത് മോൾ വഴിയെ അറിയും. ഹാപ്പി ആയോ? ഇല്ല. ഇനി എന്താ അറിയണ്ടേ? ആ കാലമാണായിട്ട് ചേട്ടനെ എന്ന് തുടങ്ങിയ ബന്ധം. ആര്? ആൽഫിയായിട്ടോ? ആ മസിലാരും തന്നെ. ഞങ്ങൾ തമ്മിൽ ചെറുപ്പം മുതലുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അവനൊരു പാവം മോളെ, നീ അവൻ അറിയാനുണ്ട് ഒരുപാട്. എന്നിട്ട് ചേട്ടനാരോട് ദേഷ്യമുള്ള പോലെ ആയിരുന്നല്ലോ പെരുമാറ്റം. അത് മുത്തശ്ശനെ പേടിച്ചാ മോളെ, ആരെയും അറിയിക്കാഞ്ഞത്. അവിടെ എല്ലാവർക്കും സുഖമാണ് ഏട്ടാ? അമ്മ ഇപ്പോഴും കരച്ചില്ല. ബാക്കിയുള്ളവർക്ക് ആകെ ശോകം പിടിച്ച പോലെ നടക്കുകയാണ്. ചേട്ടൻ്റെ കുഞ്ഞാന്നും ആലോചിക്കണ്ട, നല്ല കുട്ടിയുടെ കൂടെ ജീവിക്കുക. പ്രോമിസ്? പ്രോമിസ്. അവളവൻ്റെ കയ്യിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ താഴേക്കോ. അവളവൻ്റെ കൂടെ താഴേക്ക് ചെന്നു. താഴെ സെറ്റിയിലിരുന്ന് ആൽഫി ജ്യൂസ് കുടിക്കുന്നുണ്ടായിരുന്നു. തേജ അവനെ മൈൻഡാക്കിയില്ല. അവൻ അവളെ നോക്കി. ഒന്നുകൂടി ഭംഗി കൂടിയ പെണ്ണു, അവൻ മനസ്സിൽ ചിന്തിച്ച് ഉള്ളാൽ ചിരിച്ചു. തേജസ് കുറച്ചു കഴിഞ്ഞ് പോവാനായി ഇറങ്ങി. ഇനി എപ്പോഴാണ് ഈ വഴി? നീ എന്തായാലും ഒന്ന് കെട്ടിയില്ലേ, ഇനി ഞാനൊന്ന് കെട്ടട്ടെ. ഓഹോ, അപ്പൊ ഏതൊരു വള്ളി മോന് തടഞ്ഞിട്ടുണ്ടല്ലോ. തേജസ് ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. ആ ചിരിയിൽ ഒരു കള്ളത്തിനുണ്ടല്ലോ അവളാ. ആ, ഞാൻ കുടഞ്ഞെടുത്തോളാം. ആയിക്കോട്ടെ നമ്പ്ര. മോളെ പോയിട്ട് വരാം. തേജയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. അവളൊന്നും പറയാതെ അവനെ പോയി കെട്ടിപ്പിടിച്ചു. അതിലുണ്ടായിരുന്നു എല്ലാം. പിന്നെ യാത്ര പറഞ്ഞ് തേജസ് പോയി. രാത്രി നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. കൂടെ ഇടിയും മിന്നലും. തുറന്നിട്ട ജനാലപ്പാളിയിലൂടെ അകത്തേക്ക് അടിക്കുന്ന കാറ്റിൽ തൂക്കിയിട്ട കർട്ടനുകൾ പാറിക്കൊണ്ടിരുന്നു. തേജ മുറിയിലെത്തി തുറന്നിട്ട ജനൽപ്പാളികൾ അടച്ചു. ആൽഫി വൈകിട്ട് പോയതാണ്, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. പേടിപ്പെടുത്തുന്ന ഇടിയും മിന്നലും കാരണം അവൾക്ക് ഒറ്റയ്ക്കെടുക്കാൻ ചെറിയ ഭയം തോന്നി. ഈ കാട്ടാളിന് ഇത് എവിടെ പോയി? അത് ഈ മഴയത്ത്. ഓഹ്, എവിടെയെങ്കിലും പോട്ടെ. എവിടെ പോയാലും എനിക്കെന്താ? അങ്ങനെയൊക്കെ പറഞ്ഞ് കട്ടിൽ കയറി കിടന്നെങ്കിലും മനസ്സിലൊരു വല്ലാത്ത ബുദ്ധിമുട്ട് അവൾക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ആൽഫി പുറത്തുപോയി തിരിച്ച് വീട്ടിലേക്ക് വരികയായിരുന്നു. റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയ മുതൽ തന്നെ ഒരു കാറ് ഫോളോ ചെയ്യുന്നതായി തോന്നിയെങ്കിലും അവനത് മൈൻഡ് ചെയ്തിരുന്നില്ല. കുറേ ദൂരം പിന്നീട് പുറകിലേക്ക് നോക്കിയപ്പോൾ ആ വണ്ടി ഒരു ഇടവഴിയിലേക്ക് തിരിയുന്ന അവൻ കണ്ടു. ആൽഫി മുന്നോട്ട് നീങ്ങി. കുറച്ചു ദൂരം പിന്നിട്ട് നേരത്തെ കണ്ട വണ്ടി അവന്റെ ബുള്ളറ്റിന് കുറുകെ വന്ന് നിന്നു. അവൻ ആരാണെന്ന് മനസ്സിലായില്ല. മഴയായതുകൊണ്ട് നന്നേ ഇരുട്ടായിരുന്നു. 2 വണ്ടിയുടെയും വെളിച്ചം മാത്രം അവിടെ തെളിഞ്ഞു നിന്നു. ആൽഫി ആരാണെന്നറിയാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നിന്നു. പുറകിൽ നിന്ന് ആരോ വടി കൊണ്ട് അടിക്കാൻ നിന്നു. അത് കണ്ണാടിയുടെ ചില്ലിലൂടെ ശ്രദ്ധിച്ച ആൽഫി അത് കണ്ടിരുന്നു. അവനതിനൊരു കൈ കൊണ്ട് തടഞ്ഞു. പിന്നെ പുറകിൽ നിൽക്കുന്നതിന് വലിച്ച് മുന്നോട്ടിട്ടു. അവൻ തെറിച്ച് ആൽഫിക്ക് മുമ്പിൽ വന്ന് വീണു. ആൽഫി അവന്റെ മുഖത്തേക്ക് നോക്കി. പക്ഷെ പരിചയമുള്ള ആരുമായിരുന്നില്ല. താഴെ കിടക്കുന്നവൻ എണീക്കാൻ നിന്നും ആൽഫി അവന് നെഞ്ചിനിട്ട് ചവിട്ട് കൊടുത്തു. അവൻ വേദന കൊണ്ട് അലറി. അവന് നിലത്തുനിന്ന് വലിച്ചെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തെറിഞ്ഞ് ആൽഫി ഒരുവിധം അവനെ പരുവമാക്കി. അപ്പോഴേയും കാറിൽ നിന്ന് 2 പേര് വടിയുമായി ആൽഫിക്ക് നേരെ വന്നു. 1-2 അടി ആൽഫി കിട്ടിയെങ്കിലും ആൽഫി അവരെയും മെരുക്കി. അപ്പോഴേക്കും മഴ തീവ്ര ശക്തിയോടെ പെയ്തു തുടങ്ങി. ആരാളെ തന്നേക്ക് ഇങ്ങോട്ട് വിട്ടയച്ച്? ആൽഫി താഴെ കിടക്കുന്ന 3 പേരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു. 3 തടിമാടന്മാർ ഒന്നും മിണ്ടാ നിന്നു. അതുകൊണ്ട് ആൽഫിക്ക് ദേഷ്യം വന്നു. കൈയുള്ള സ്റ്റിക്ക് ഉപയോഗിച്ച് ഒരുത്തന്റെ കാലിനിട്ട് ഒന്നുകൂടെ കൊടുത്തു. അതുകൊണ്ട് പേടിച്ച് വേറൊരുത്തൻ പറഞ്ഞു. വിമൽ സാറാ ഞങ്ങളെ പറഞ്ഞേച്ച്. ഓഹോ, അവനാണോ? തൻ്റെയൊക്കെ മറ്റവനോട് നേരിട്ട് കളത്തിലിറങ്ങി കളിക്കാൻ പറയും, പേടിത്തൊണ്ടൻ. ആൽഫി പുച്ഛിച്ചുകൊണ്ട് സ്റ്റിക്ക് അവിടെ ഇട്ട് ബുള്ളറ്റിൽ പോയി കയറി. അവന്മാർ നിലത്തിടന്ന് ഉരുണ്ടു. നേരെ ചൊവ്വെ നടക്കാൻ പോലും ഇനി 2 ആഴ്ച വേണ്ടിവരും. ആ പരുവമായിരുന്നു 3 പേരും. തേജ ഉറക്കം വരാതെ മുറിയിലൂടെ എണീറ്റ് നടന്നു. എന്തോ മനസ്സിനൊരു വല്ലായ്മ. ഈ സമയം വരെയും ആൽഫി വന്നിട്ടില്ല. ഉള്ളു നിറയെ അവനോടുള്ള ദേഷ്യമായിരുന്നെങ്കിലും കൂടെ ഇല്ലാതിരിക്കുന്ന ഒരു വീർപ്പുമുട്ടലായി തോന്നി അവൾക്ക്. പതിയെ അടച്ച ജനൽപ്പാളി അവൾ തുറന്നു. കർട്ടൻ പതിയെ മാറ്റി. മഴ പെയ്തൊഴിയുന്ന തണുപ്പും ഇളം കാറ്റിന്റെ തണുപ്പ് അവളെ ചുംബിച്ചുണർത്തി.
അവിടെ വിടർത്തിയിട്ട മുടികൾ പാറി മുഖത്തു വന്ന് പതിഞ്ഞു. അതരങ്ങളിൽ പ്രണയത്തിന്റെ പുഞ്ചിരി വിടർന്നു. കവിൾ തടം ചുവന്ന് തുടുത്തു. അടങ്ങാത്ത വെറുപ്പ് ആ മഴ പോലെ അവളിൽ പതിയെ അലിഞ്ഞില്ലാതായി തുടങ്ങിയിരുന്നു. അവൾ പോലും അറിയാതെ. ആൽഫി ഗേറ്റിനടുത്തെത്തി ഹോണടിച്ചും സെക്യൂരിറ്റി ഓടി വന്ന് ഗേറ്റ് തുറന്നു. എന്തേ മോനെ താമസിച്ചേ? കയ്യിൽ കുടയും പിടിച്ച് ഗേറ്റ് ഓർക്കുന്നതിനിടയിൽ ഒരു ചിരിയോടെ അതും ചോദിച്ച ആൽഫിയെ നോക്കി അയാൾ അവന്റെ നെറ്റിയിലെ മുറിവാണ് കാണുന്നത്. ഇതെന്തു പറ്റിയതാ മോനെ? അത് സാറിൽ ഇറക്കി വേട്ട, വരുന്ന വഴിക്ക് ഒരു അടിപിടി, അത് തീർക്കാൻ നിന്നു, അത് ലേറ്റായി. ഡോക്ടറെ കാണിച്ചില്ലേ മോനെ? ആകെ നനഞ്ഞല്ലോ. അയാൾ കൊച്ചു കുഞ്ഞിനോടുന്ന പോലെ അവനോട് ചോദിച്ചു. കാരണം അയാൾക്ക് ആൽഫിയെ ഒത്തിരി ഇഷ്ടമാണ്. എന്റെ പൊന്നി രാഘവേട്ട, ഇതൊരു ചെറിയ മുറിവാ, അത് മാറിക്കോളൂ, രാഘവേട്ടൻ പോയി കിടന്നോളൂ. അയാൾ മനസ്സോടെ ഗസ്റ്റ് ഹൗസിലേക്ക് നടന്നു. ആൽഫി ബുള്ളറ്റ് അകത്തേക്ക് കയറ്റി. അവന്റെ ബുള്ളറ്റിന്റെ ശബ്ദം ആ മഴയിൽ അവിടെ കാതുകളിൽ പതിഞ്ഞു. മുറിയിൽ നിന്നിറങ്ങിയവൾ താഴേക്ക് ഓടി. കാലുകൾ കുഴഞ്ഞു പോകുന്ന പോലെ. എത്ര ഓടിയിട്ടും താഴെ എത്തുന്നില്ലല്ലോ ദേവി. കിതച്ചുകൊണ്ട് അവസാനത്തെ സ്റ്റെപ്പ് ഓടിയിറങ്ങുമ്പോൾ അവനെ ഒന്ന് കണ്ടാൽ മതി എന്നായിരുന്നു മനസ്സ് മുഴുവൻ. അപ്പോഴേക്ക് അവൻ കോളിംഗ് ബെൽ അമർത്തിയിരുന്നു. വേഗത്തിൽ ചെന്ന് ഡോർ തുറക്കുമ്പോൾ അവളുടെ നെഞ്ചിരിപ്പും വല്ലാതെ ഉയർന്നിരുന്നു. സുജേച്ചിയാവുമെന്ന് വിചാരിച്ച് നേരെ നോക്കി ആൽഫി കാണുന്നത് മുന്നിൽ നിൽക്കുന്ന തേജയാണ്. അവന് എന്ത് പറയണമെന്നറിയാത്തൊരവസ്ഥ. സന്തോഷം കൊണ്ട് ഉള്ളു നിറഞ്ഞു. എരിയുന്ന മുറിവ് പോലെ അവൻ മറന്നുപോയിരുന്നു. തേജാതി അവന്റെ മുഖത്ത് നോക്കാന്നെങ്കിലും അവനൊന്ന് മുരടനിക്കിയത് അവൾ തല ഉയർത്തി അവനെ നോക്കി. അവന്റെ നെറ്റിയുള്ള മുറിവിലേക്കാണ് അവളുടെ കണ്ണ് പതിച്ചത്. അവൻ അവളെ നോക്കി അകത്തേക്ക് നടന്നു. കൂടുതൽ നേരം അവൾ നോക്കി നിൽക്കാൻ അവനാവുമായിരുന്നില്ല. അവളുടെ ആ കിതപ്പും തന്നെ കണ്ടപ്പോൾ കണ്ണുകൾ വിടർന്നു. നെറ്റിയിലും നാസികയിലും ചുണ്ടിന് മുകളിലും പതിഞ്ഞ വിയർപ്പ് തുള്ളികളിലേക്ക് അവനൊന്ന് നോക്കി. അതവനെ വല്ലാതെ തളർത്തിയിരുന്നു. ദേവി, ഇതെന്തു പറ്റി? വേവലാതിയോട് അവന് പുറകെ പോയി അവൾ ചോദിക്കുന്ന കേട്ട് അവൻ അവൾ തിരിഞ്ഞു നോക്കി. അവൻ നോക്കുന്നുണ്ട്. അവൾ നിന്ന് പരിങ്ങി. അത് ഞാൻ മുറിവ് കണ്ടപ്പോ. അവൾ നിന്ന് വിയർത്തു. അവൻ അവിടെ ഭാവമാറ്റം ആസ്വദിക്കുകയായിരുന്നു. അയ്യോ, ബ്ലഡ് വരുന്നു, നിങ്ങൾ അവിടെ ഇരിക്കുക, ഞാൻ മരുന്നെടുത്തിട്ട് വരാം. അവനെ നോക്കി അതും പറഞ്ഞ് അവൾ അകത്തേക്ക് ഓടി. ആൽഫി ആകെ കിളിപോയി സെറ്റിയിലിരുന്നു. അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. കാന്താരിക്ക് ഇളക്കമുണ്ട്. അവൾ വരുന്ന കണ്ടതും അവൻ മുഖത്ത് ഗൗരവം വരുത്തിയിരുന്നു. അതേ. അവൾ വിളിക്കുന്ന കേട്ട് അവൻ കനപ്പിച്ചൊന്ന് മൂളി. ഇത് വെച്ച് ആ തലമുടി ഒന്ന് തുടക്കുവോ? കയ്യിലുള്ള ടവൽ ആൽഫിക്ക് നേരെ നീട്ടി അവൾ ചോദിച്ചു. എനിക്കെങ്ങും വയ്യ. പനി പിടിക്കും. അതിന് അതൊന്ന് തുടക്കുവോ പ്ലീസ്? നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നീ തന്നെ തുടച്ചോ. എന്ത്? കേട്ടില്ലേ? തുടച്ചേരാൻ. അത് ഞാൻ. എങ്കിൽ വേണ്ട. അല്ല, ഞാൻ തുടച്ചേരാം. മറുകയുള്ള ഫസ്റ്റ് എയ്ഡ് ബോക്സ് ടേബിൾ വെച്ച് അവൾ അവനടുത്തേക്ക് നീങ്ങി. എന്തോ ഇതുവരെ ഇല്ലാത്തൊരു വിറയിൽ. ഒന്ന് തുടക്കുന്നുണ്ടോ? ഇടം കണ്ണിട്ട് അവളെ നോക്കി അവൻ ഗൗരവത്തിൽ ചോദിച്ചു. അവൾ പതിയെ ഒന്നുകൂടി അവനടുത്തേക്ക് നീങ്ങി നിന്നു. കയ്യിലുള്ള ടവൽ അവന്റെ തലയിലേക്ക് വെച്ചു. അവന്റെ ശ്വാസം അവളുടെ മേനിൽ വന്ന് പതിഞ്ഞുകൊണ്ടിരുന്നു. നെഞ്ചിരിപ്പ് ഉയർന്നു. നെറ്റിയിലും നാസികത്തുമ്പിലും വീണ്ടും വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. ആകെ കൂടിയൊരു വിറയിൽ. ഇതുവരെ ഇല്ലാത്തൊരു പരവേശം. ഡേ, ഇതും തലയിൽ വെച്ചിട്ട് ആരെ നോക്കിക്കുവാടേ? അവൻ ഒച്ച വെച്ച് അവൾ ഞെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കി. ദേഷ്യം കൊണ്ട് വിറച്ച് നിൽക്കുന്നു. അവളിൽ നിന്ന് മറുപടി പറയാൻ വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. ആൽഫിയാണെങ്കിൽ അവളെ കണ്ട് കൺട്രോൾ പോയി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവളിങ്ങനെ നിന്നാ അവന് ദേഷ്യം വരൂലേ? അത്രയേ ഉള്ളൂ. ഒന്ന് വേഗം തുടച്ചു പോയേ. അതും പറഞ്ഞ് അവളെ നോക്കാതെ അവൻ മുഖം തിരിച്ചിരുന്നു. തേജ വേഗം അവന്റെ തല തുടച്ചു കൊടുത്തു. അവനോട് ചേർന്ന് നിൽക്കാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചെങ്കിലും ഇടയ്ക്കെപ്പോഴും അവളുടെ മേനി അവന്റെ മേനിൽ ഉരസിപ്പോയിരുന്നു. തുടച്ചു കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് പോകാൻ നിന്നതും അവൾ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് അവന്റെ മുന്നിൽ വന്ന് നിന്നു. പോവില്ലേ, ഇതും കൂടെ? അതും പറഞ്ഞ് വീണ്ടും അവൾ തലതാഴ്ത്തി നിന്നു. അവൻ അവളോട് വല്ലാത്ത വാത്സല്യം തോന്നി, കൊച്ചു കുട്ടിയെ പോലെ. അവനൊന്ന് മോളി സമ്മതം അറിയിച്ചു. അവൾ പെട്ടെന്ന് മരുന്ന് പുരട്ടി കൊടുത്ത് അവളിൽ നിന്ന് അകന്നു മാറി. താങ്ക്സ്. അതും പറഞ്ഞ് അവൻ മുകളിലേക്ക് കയറിപ്പോയി. ഓ, ഒരു താങ്ക്സ് മാത്രം പറഞ്ഞു പോയതുണ്ടില്ലേ? ഇതൊക്കെ ചെയ്തു കൊടുത്ത് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ആൾ അവിടെ നിന്ന് കുറെ പിറുവിറുത്തു. ആര് കേൾക്കാൻ? അത് ഈ പാതിരാക്ക്. ആൽഫി മുറിയിൽ കയറിയിട്ടിരുന്ന ഷർട്ട് ഊരിയൊരു മൂലയിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നെ പതിയെ കട്ടിലേക്ക് കിടന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.